ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ജെയിൻ ഓസ്റ്റൻ ആൻഡ് എംപയർ ബൈ എഡ്വാർഡ് സെഡാണ്. ഓക്കെ, അതിൻ്റെ ടേംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇനിയിപ്പോൾ എസ്സേ മാത്രമാണ് പറയുന്നത്. ഓക്കെ, Jane Austen and Empire is an essay from the collection of essays Culture and Materialism by the Palestinian American writer Edward Wadi said. It was published in 1993. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു എസ്സേ എടുത്തത് കളക്ഷൻ ഓഫ് എസ്സേസ് കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന എസ്സേയിൽ നിന്നാണ്. എഴുതിയത് ആരാണ്? പലസ്തീൻ അമേരിക്കൻ റൈറ്ററായ എഡ്വാർഡ് വാദി സെഡാണ്. ഓക്കെ, in this collection, authors attempt to trace the connection between imperialism and culture in the 18th, 19th and 20th century. ഈ ഒരു എസ്സേയിൽ ഈ ഒരു കളക്ഷൻ ഓഫ് എസ്സേയിൽ കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന കളക്ഷനിലുള്ള ഒരു എസ്സേയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷനിൽ അവർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇമ്പീരിയലിസം ആൻഡ് കൾച്ചർ, കണക്ഷൻ ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് കൾച്ചർ ഇൻ ദ 18th, 19th ആൻഡ് 20th സെഞ്ചുറിയാണ്. ഓക്കെ, ഈ ഒരു കളക്ഷൻ അറ്റംപ്റ്റ് ടു എക്സ്പാൻഡ് ദ ആർഗ്യുമെൻറ്റ് ഡിസ്കസ്ഡ് ബൈ സെഡ് ഇൻ ഹിസ് മോണുമെൻറ്റ് ബുക്ക് ഓറിയൻ്റലിസം. അദ്ദേഹം എഴുതിയ ഓറിയൻ്റലിസം എന്ന 1978 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ പറഞ്ഞ ആർഗ്യുമെൻസിനെ അദ്ദേഹം എന്ത് ചെയ്യാൻ നോക്കുകയാണ്? എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ് ഈ ഒരു കളക്ഷനിലൂടെ. ഓക്കെ, അതിൽ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? ഹൗ ഡിവേഴ്സ്ലി ദ ഈസ്റ്റേൺ സിവിലൈസേഷൻ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ വെസ്റ്റേൺ തിങ്കേഴ്സ്. നമ്മളൊക്കെ പറഞ്ഞതാണ് ഈസ്റ്റേൺ സിവിലൈസേഷൻ ആര് കൺസ്ട്രക്ട് ചെയ്തതാണ്? വെസ്റ്റേൺ തിങ്കേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ദ നെറേറ്റീവ്സ് ഓഫ് ഹൗ ദ വെസ്റ്റേൺ സീസ് ദ ഈസ്റ്റ്. ഇതിലൂടെ അദ്ദേഹം പറയുന്നത് എങ്ങനെ വെസ്റ്റേൺസ് ഈസ്റ്റേണിനെ കാണുന്നു, അല്ലേ? ഓറിയൻ്റലിസം ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടേഷണൽ വർക്ക് ഓൺ വിച്ച് പോസ്റ്റ് കൊളോണിയൽ തിയറിയും ഡെവലപ്ഡ്. ശരിക്കും ഈ ഒരു ഓറിയൻ്റലിസം എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ആരുടെ? നമ്മുടെ എഡ്വാർഡ് സെഡിൻ്റെ ഈ ഒരു വർക്ക് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടേഷണൽ വർക്ക്, അല്ലേ? ഓൺ വിച്ച് ദ പോസ്റ്റ് കൊളോണിയൽ തിയറി ഡെവലപ്പ്. അതിൽ നിന്നാണ് പോസ്റ്റ് കൊളോണിയൽ തിയറി ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. സെഡ് ദെൻ കുഡ് ബി കൺസിഡേർഡ് ദ ഫാദർ ഓഫ് പോസ്റ്റ് കൊളോണിയലിസം. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് സെഡിനെ എന്താണ് അറിയപ്പെടുന്നത്? ഹി വാസ് ദ ഫാദർ ഓഫ് പോസ്റ്റ് കൊളോണിയലിസം ബിക്കോസ് ഓഫ് ദിസ് വർക്ക്, ദിസ് ഓറിയൻ്റലിസം. ഈ ഓറിയൻ്റലിസം എന്ന വർക്ക് കാരണം അദ്ദേഹത്തെ എന്തായി കൺസിഡർ ചെയ്യുന്നു? ഫാദർ ഓഫ് പോസ്റ്റ് കൊളോണിയലിസം. കൊളോണിയലിസം ഈസ് ഡിഫൈൻഡ് ആസ് എ കൺട്രോൾ ബൈ വൺ പവർ ഓവർ എ ഡിപ്പെൻഡൻറ്റ് ഏരിയ ഓർ പീപ്പിൾ. എന്താണ് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ? കൺട്രോൾ ബൈ വൺ പവർ, ഒരു പവറിൻ്റെ കൺട്രോൾ ഓവർ എ ഡിപ്പെൻഡൻറ്റ് ഏരിയ ഓർ പീപ്പിൾ. നമുക്കറിയാം, ഇറ്റ് ഒക്കേഴ്സ് വെൻ വൺ നാഷൻ സബ്ജുഗേറ്റ് അനദർ, കോൺക്വറിങ് ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്. കൊളോണിയലിസം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ വെൻ വൺ നാഷൻ ഈസ് സബ്ജുഗേറ്റിംഗ് ദം, അല്ലേ? സബ്ജുഗേറ്റിംഗ് അനദർ, ഒന്നിൻ്റെ കീഴിൽ കീഴടങ്ങിപ്പോവുക, അല്ലെങ്കിൽ അവരെ കോൺക്വർ ചെയ്യുക, അവരുടെ പോപ്പുലേഷൻ കോൺക്വർ ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ദേ ബിക്കം കോളനീസ്, അല്ലേ? ഓഫൺ വൈൽ ഫോഴ്സിങ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് അപ്പോൺ ഇറ്റ്സ് പീപ്പിൾ. അതുമാത്രമല്ല, ഈ കോളനൈസ് ചെയ്യുന്ന കോളനൈസേഴ്സ് ദേ ഫോഴ്സ് ദെയർ ഓൺ ലാംഗ്വേജ് ആൻഡ് ദെയർ ഓൺ കൾച്ചറൽ വാല്യൂസ് അപ്പോൺ ഇറ്റ്സ് പീപ്പിൾ. അവരുടെ കൾച്ചറൽ വാല്യൂസും അവരുടെ ലാംഗ്വേജും ഒക്കെ ഫോഴ്സ് ചെയ്യും ആരുടെ മേലെ? ഈ കോളനൈസേഴ്സിൻ്റെ. വിത്ത് കോളനൈസേഷൻ ദ ഹോൾ വേൾഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറി. കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ലോകത്തെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? വൺ വാസ് ദ കോളനൈസർ, ദ അതർ വൺ വാസ് കോളനൈസ്ഡ്. കോളനൈസർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ആർ കോളനൈസിങ്, ആൻഡ് കോളനൈസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ കോളനൈസ് ചെയ്യപ്പെടുന്ന ആൾ. ദ വേർഡ് കോളനൈസർ വാസ് കൺസിഡേർഡ് ദ സിനോണിംസ് വിത്ത് കൾച്ചർ and knowledge and education, and they projected the colonized country as backward, barbaric and uncivilized. ഇവിടെ കോളനൈസർ എന്ന ഐഡിയ അത് എന്തിന് തുല്യമാണ്? കൾച്ചറിന്, അല്ലേ? ഗുഡ് കൾച്ചർ, ഹൈ കൾച്ചർ, നോളജ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് എന്തിൻ്റെ പര്യായം എന്ന് പറയുന്നത്? കോളനൈസർ എന്നതിൻ്റെ. ബട്ട് കോളനൈസ്ഡ് ഈസ് കൺസിഡേർഡ് ആസ് ബാക്ക്വേർഡ്, ബാർബറിക് ആൻഡ് അൺസിവിലൈസ്ഡ്. Colonial powers justified their conquest by asserting that they had a legal and religious obligation to take over the land and culture of the indigenous people and transform them to cultured and civilized people.
അതായത് കൊളോണിയൽ പവേഴ്സ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് ദെയർ റിലീജിയസ് ആൻഡ് ലീഗൽ ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫോം ദ നാറ്റീവ് പീപ്പിൾ, അല്ലേ? അതായത് നാറ്റീവ് പീപ്പിളിനെ റിലീജിയസ് ആയിട്ട് അവരുടെ റിലീജിയസ് ഡ്യൂട്ടിയാണ് കോളനൈസേഴ്സിൻ്റെ, റിലീജിയസ് ആൻഡ് ലീഗൽ ഡ്യൂട്ടിയാണ് അവരെന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക അവരുടെ കൾച്ചർ, അവരുടെ ലാൻഡ്, ഇതൊക്കെ എന്ത് ചെയ്യണം, എന്നിട്ട് മേക്ക് ദം കൾച്ചേർഡ് ആൻഡ് സിവിലൈസ്ഡ് പീപ്പിൾ. നാറ്റീവ് പീപ്പിളിനെ കൾച്ചേർഡ് ആൻഡ് സിവിലൈസ്ഡ് പീപ്പിൾ ആക്കേണ്ട ഡ്യൂട്ടി അവരുടേതാണെന്നാണ് അവരുടെ ന്യായം. ദിസ് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓൺ വിച്ച് എഡ്വേർഡ് സെഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഓൺ കോളനൈസേഷൻ. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കോളനൈസേഷൻ എന്നൊരു ഐഡിയ വെച്ച് എഴുതുന്നത്. വെൻ കോളനൈസേഴ്സ് കോൾ എ നാഷൻ എക്സോട്ടിക്, ഇറ്റ് ഈസ് എക്സോട്ടിക് ഫോർ ദ കോളനൈസർ നോട്ട് ദ കോളനൈസ്ഡ്. അവരെന്തായി അറിയപ്പെടുന്നു? എക്സോട്ടിക്, അതായത് പുറത്തുള്ളവർ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? നാറ്റീവ്സിനെ. അപ്പോൾ ഇവിടെ നമ്മുടെ എഡ്വേർഡ് സെഡ് പറയുന്നത് എക്സോട്ടിക് ആകുന്നത് കോളനൈസേഴ്സിന് മാത്രമാണ്, അല്ലാതെ കോളനൈസ്ഡ് പീപ്പിളിനല്ല. The notion of foreignism is based on the travel books and guide books which express the opinion and imagination of its authors and not ground reality, അല്ലേ? ആ ഒരു ഓറിയൻ്റലിസം എന്ന് പറയുന്ന ഈ ഒരു ടേം വന്നത് എന്താണ്? അത് നോട്ട് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് എനി റിയാലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലൈറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓതേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻ ഗിവിങ് എ റിയലിസ്റ്റിക് പിക്ചർ ഓഫ് ദ ഇമ്പാക്റ്റ് ഓഫ് കോളനൈസേഷൻ ഇൻ ദർ കൺട്രി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ഓതേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഒരു റിയലിസ്റ്റിക് പിക്ചർ ഓഫ് ദ കോളനൈസേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇൻ മെനി വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ, സ്പെസിഫിക്കലി ദോസ് കമ്മിങ് ഔട്ട് ഓഫ് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, വി മീറ്റ് ക്യാരക്ടേഴ്സ് ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ദർ ഐഡൻറ്റിറ്റി ഇൻ ദ വേക്ക് ഓഫ് കോളനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോളനീസ് ഇൻ അനദർ നാഷൻ. അതായത് ആഫ്രിക്ക പോലെയുള്ള, മിഡിൽ ഈസ്റ്റ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള ലിറ്ററേച്ചറിൽ നമുക്ക് കാണാം അതിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഓടുന്നതും, അല്ലേ? അതിലൂടെ അതായത് പിന്നെ കോളനീസ് കോളനി വൽക്കരിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് അദ്ദേഹം മുൽക്ക് രാജ് ആനന്ദ്, രാജാ റാവു ഇങ്ങനെയുള്ള ഇന്ത്യൻ വർക്കേഴ്സിൻ്റെ വർക്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് പിക്ചർ ഓഫ് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കാണാൻ പറ്റും, അല്ലേ? ഒരു പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ പിക്ചറാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് തരുന്നത്. ഇതൊക്കെ അദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലേ? പിന്നെ ആർ കെ നാരായണൻ്റെ ഇൻക്ലൂഡിങ് മാൽഗുഡി ഡേയ്സ്, അല്ലേ? ഇൽ എഫക്റ്റ് ഓഫ് കോളനൈസേഷൻ ഇൻ ഇന്ത്യ ഇസ് ഡെപിക്റ്റഡ് ഇൻഡയറക്ട്ലി ഓർ വെരി റെയർലി. അദ്ദേഹം പറയുന്നത് ആ ഒരു കോളനൈസേഷൻ്റെ ഒരു ഇൽ ട്രീറ്റ്മെൻറ്റ് വളരെ റെയറിൽ മാത്രമാണ് അദ്ദേഹം നമ്മുടെ ആർ കെ നാരായൺ അദ്ദേഹത്തിൻ്റെ മാൽഗുഡി ഡേയ്സിൽ പോലും ഡെപിക്റ്റ് ചെയ്തത്, അല്ലേ? പിന്നെയോ നാരായൺ ഹാസ് മെൻഷൻഡ് ഇൻസിഡൻറ്റ്സ് ലൈക്ക് ഇന്ത്യാസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇംഗ്ലീഷ്, അല്ലേ? ആൻഡ് പെൽറ്റിംഗ് സ്റ്റോൺസ് ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് പീപ്പിൾ വെരി സ്പാങ്ലി ഇൻ ഹിസ് സ്റ്റോറി ബൈൽ ഇറ്റ് വാസ് എ സോഷ്യൽ റിയാലിറ്റി ഓഫ് ഹിസ് ടൈം. അതായത് അദ്ദേഹം വളരെ റെയറായിട്ട് മാത്രമേ, വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും അതിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അവരുടെ ഇംപ്രിസൺമെൻറ്റിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുള്ളൂ എന്നാണ് എഡ്വേർഡ് സെഡ് പറയുന്നത്. അദ്ദേഹം ഈ ഒരു സെയിം ഐഡിയ, അതായത് വെറും ഒരു മുൽക്ക് രാജ് ആനന്ദും നമ്മുടെ ആർ കെ നാരായണനും മാത്രമല്ല, പിന്നെ അദ്ദേഹം പറയാണ് ജെയിൻ ഓസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ അവരുടെ വർക്കിലൂടെ അവരും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്ന കാര്യമാണ്. അവരുടെ എസ്സേ ജെയിൻ ഓസ്റ്റൻ ആൻഡ് എംപയർ അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇംഗ്ലീഷ് റൈറ്റർ ഓഫ് ദ 18th, 19th and 20th സെഞ്ച്വറി. ഇതിൽ അദ്ദേഹം പറയുന്നത് ആ ഒരു 18th, 19th, 20th സെഞ്ച്വറിയിലെ റൈറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലേ? ഹി ഡിസ്കസ് ജെയിൻ ഓസ്റ്റൻസ് നോവൽ മാൻസ്ഫീൽഡ് പാർക്ക്. അങ്ങനെ 1840 മാൻസ്ഫീൽഡ് പാർക്ക് എന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹി ട്രൈസ് ടു ദ കൊളോണിയൽ എലമെൻറ്റ്സ് ഇൻ ദ നോവൽ. ഇതിൽ വരുന്ന കൊളോണിയൽ എലമെൻറ്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയാണ്. ഷി പുട്ട് ഫോർവേഡ് ആൻ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഓപ്പൺസ് എ ഡിബാറ്റ് അബൌട്ട് ഹൗ മാൻസ്ഫീൽഡ് പാർക്ക് ഷുഡ് ബി റീഡ്, നെയിംലി ദ കണക്ഷൻ ബിറ്റ്വീൻ ഓസ്റ്റൻസ് നോവൽ ആൻഡ് ദ ഹാർഷ് എക്കണോമിക് റിയാലിറ്റി ഓഫ് എ ടൈം. നമ്മളൊരു എന്താ പറയുക, മാൻസ്ഫീൽഡ് പാർക്ക് എന്ന ആ ഒരു നോവൽ വായിക്കണമെങ്കിൽ നമുക്കെന്താണ്, ഒരു കണക്ഷൻ വേണം. അതായത് ഓസ്റ്റൻസ് നോവലും വിത്ത് ദ എക്കണോമിക് ഹാർഷ് റിയാലിറ്റി ഓഫ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദാറ്റ് ടൈം. അവളുടെ ആ സമയത്ത് എഴുതിയ സമയത്തുള്ള ആ ഒരു എക്കണോമിക് കണ്ടീഷൻ, അല്ലേ? She begins his argument by quoting V.J. Kirnan's statement. ഓക്കെ, V.J. കിർണൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവളുടെ ഈ ഒരു എസ്സേ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മാൻസ്ഫീൽഡ് പാർക്ക് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ നെയ്മഡ് ഫാനി പ്രൈസ്. ഫാനി പ്രൈസ് എന്ന് പറയുന്ന ഒരു ഗേളിൻ്റെ സ്റ്റോറിയാണ് നമ്മുടെ മാൻസ്ഫീൽഡ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ ഫാനി
ഫാനി പ്രൈസ് ഈസ് സെൻഡ് ടു ലിവ് വിത്ത് ഹെർ റിച്ച് ഓണ്ട് ആൻഡ് അങ്കിൾ. അതിൽ ആ ഫാനി പ്രൈസ് എന്ന് പറയുന്ന ആ പുവർ ആയിട്ടുള്ള കുട്ടിയെ എന്ത് ചെയ്യാണ്, തൻ്റെ അങ്കിളിൻ്റെയും ഓണ്ടിയുടെയും ഒപ്പം, അതായത് ലേഡി ആൻഡ് സർ തോമസ് ബെട്രാം, അവളുടെ അങ്കിൾ ആൻഡ് ഓണ്ടിയാണ്, അവരുടെ ഒപ്പം താമസിക്കാൻ അവളെ വിടുകയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദെയർ ഫിനാൻഷ്യൽ ക്രൈസിസ്. ടൈറ്റിൽ ഓഫ് ദ നോവൽ സജസ്റ്റ് ദാറ്റ് ദ സ്റ്റോറി ഓഫ് ദ നോവൽ റിവോൾവ്സ് അറൗണ്ട് ദ എസ്റ്റേറ്റ് ഓഫ് മാൻസ്ഫീൽഡ് പാർക്ക്. അതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്കറിയാം, മാൻസ്ഫീൽഡ് എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. വെൻ ഫാനി എൻറ്റേഴ്സ് ദ മാൻസ്ഫീൽഡ്, ഷീ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ബാരനറ്റ് ആൻഡ് ദ ഓണർ ഓഫ് ദ മാൻസ്ഫീൽഡ് പാർക്ക്, സർ തോമസ് ബെട്രാം. അങ്ങനെ അവൾ എവിടെ എത്തുകയാണ്? ആ ഒരു സർ തോമസ് ബെട്രാമിൻ്റെ ഒപ്പം അയാൾ അവിടെ എത്തുകയാണ്. ആര്? നമ്മുടെ ഫാനി എത്തുകയാണ് അല്ലേ. അപ്പോൾ സാധാരണ ജെയിൻ ഓസ്റ്റൻ്റെ നോവൽസിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ച് അവർ പറയാറുണ്ട്. അതായത് ബോൾ പാർട്ടി, അതായത് ഡാൻസ് പാർട്ടീസിനെ കുറിച്ച്, പിക്നിക്കുകളെ കുറിച്ചൊക്കെ ജെയിൻ ഓസ്റ്റൻ അവരുടെ വർക്കുകളിലൂടെ പറയാറുണ്ട്. ഇറ്റ് ഡെപിക്സ് ദ അഫ്ലുവൻ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ എലൈറ്റ്. അതൊക്കെ കാണിക്കുന്നത് എലൈറ്റ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഹൈ ക്ലാസ് പീപ്പിളിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. ഇറ്റ് ഈസ് നോ ഡിഫറെൻറ്റ് ഫോർ ദ ഇൻമേറ്റ്സ് ഓഫ് ദ മാൻസ്ഫീൽഡ് പാർക്ക്. അത് തന്നെയാണ് നമ്മൾ മാൻസ്ഫീൽഡ് പാർക്കിലുള്ളയും എലൈറ്റ് ഗ്രൂപ്പിൻ്റെ അതേ ഒരു കാര്യങ്ങൾ, അവരുടെ ഡാൻസ് പാർട്ടി കാര്യങ്ങളൊക്കെ അവരതിൽ മെൻഷൻ ചെയ്യാണ്. വാട്ട് sustain this affluent life of Thomas Bertram's plantation estates in Antigua. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ് അവർ? പിന്നെ എസ്റ്റേറ്റ് ഓഫ് ആൻറ്റിഗ്വ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു തോമസ് ബെട്രാമിൻ്റെ എസ്റ്റേറ്റാണ്. പക്ഷേ അവിടെയുള്ള ആൾക്കാരുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ മെൻഷൻ കാണുന്നില്ല. ഇൻ ദ മിഡിൽ ഓഫ് ദ ബുക്ക് ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് സർ തോമസ് ലീവ്സ് ഫോർ ദ വെസ്റ്റ് ഇൻഡീസ് ടു സെറ്റിൽ സം ബിസിനസ്. അതായത് പകുതിയത്തും നമ്മൾ അറിയാണ് അതിൻ്റെ ഓണർ തോമസ് എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റ് ഇൻഡീസിൽ പോവുകയാണ്. അപ്പോൾ അയാളുടെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഇത് കാണിക്കുന്നത്, അതായത് എവിടെയാണ് അദ്ദേഹം പോകുന്നത്, എന്താണ് അവിടെ പ്രശ്നം എന്നൊന്നും അതിൽ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ സത്യത്തിൽ അതെന്താ കാണിക്കുന്നത്? സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ദ ടൈം. ആ സമയത്തുണ്ടായിരുന്ന ഈ ഓണേഴ്സിൻ്റെ സ്ലേവ്സിൻ്റെയോടുള്ള ആറ്റിറ്റ്യൂഡാണ്. അവർ തമ്മിലുള്ള ഇഷ്യൂയെക്കുറിച്ചൊന്നും ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ സത്യത്തിൽ അതായിരുന്നു അവിടെ നടക്കുന്നത്. എക്കണോമിക് ഡിപ്രഷൻ, സ്ലേവറി, അല്ലേ, കോമ്പറ്റീഷൻ വിത്ത് ഫ്രാൻസ്, ഇതൊക്കെയായിരുന്നു നടക്കുന്നത്. ആൻറ്റിഗ്വ ആൻഡ് സർ തോമസ് ട്രിപ്പ് ദ ഹാവ് ബീൻ എ ഡെഫിനിറ്റ് ഫംഗ്ഷൻ ഇൻ മാൻസ്ഫീൽഡ് പാർക്ക്. ഈ ആൻറ്റിഗ്വ എന്ന് പറയുന്ന ഈ പ്ലാന്റേഷനും അദ്ദേഹത്തിൻ്റെ തോമസിൻ്റെ ട്രിപ്പുമൊക്കെ എന്തുണ്ട്? അവിടെ മാൻസ്ഫീൽഡ് പാർക്കുമായി റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യാൻ സർ തോമസ് അവിടെ പോകുന്നത് തൻ്റെ കൊളോണിയൽ ഡൊമെയിൻ അല്ലേ, തൻ്റെ കൺട്രോൾ അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം അതേ അവസരത്തിൽ ഫാനി എന്ന് പറയുന്ന ആ ഒരു പുവർ ലേഡിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റ്, അവളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം സ്മോൾ സ്കെയിൽ മൂവ്മെൻറ്റ് ഇൻ സ്പേസ് ആൻഡ് മോർ ഓപ്പൺ കൊളോണിയൽ മൂവ്മെൻറ്റ്. അതായത് വളരെ സ്മോൾ സ്കെയിൽ മൂവ്മെൻറ്റിൽ നിന്ന് ഒരു മോർ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൊളോണിയൽ മൂവ്മെൻറ്റിലേക്ക് ആരെത്തുന്നുണ്ട്? സർ തോമസ് അല്ലേ. അതായത് നമ്മുടെ ഫാനി, അതായത് തൻ്റെ സർ തോമസ് എന്ന തൻ്റെ മെൻറ്ററിൻ്റെ ആ ഒരു ഇതിലേക്ക് അവൾ എത്തുന്നു. ആൻഡ് ഓൾസോ ഷീ ഇൻഹെറിറ്റ്സ് ദ എസ്റ്റേറ്റ്. അതുമാത്രമല്ല ഈ ഒരു നോവലിൻ്റെ അവസാനം അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എസ്റ്റേറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ടേൺസ് ഓൺ ദ ഡിസ്കസിങ് ദ ഇൻഫ്രീക്വൻസി ആൻഡ് ലാക്ക് ഓഫ് ഡീറ്റെയിൽസ് ഇൻ ഓസ്റ്റൻസ് റെഫറൻസ് ടു ദ കരീബിയൻ. അതിൽ എഡ്വാർഡ് സെഡ് പറയാണ്, അതിലെന്ത് ചെയ്യുന്നില്ല? ഓസ്റ്റിൻ കരീബിയൻ പീപ്പിളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ അവൾ എന്താ ചെയ്തത്? ഈ സബോർഡിനേഷൻ ഓഫ് ദ കോളനി, സബോർഡിനേറ്റ് ആയിപ്പെട്ട കോളനീസിൻ്റെ, അതായത് കരീബിയൻസിനെയൊക്കെ അവർ അതിൽ നെഗ്ലക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ പിന്നെ അവൾ ജോൺ സ്റ്റാർട്ട് മില്ലിൻ്റെ കോട്ടേഷൻ പറയുന്നുണ്ട്. അത് കാണിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ടു ദ കോളനീസ് നോട്ട് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നാഷൻ ബട്ട് ആസ് എ കൺവീനിയൻറ്റ് ഫാം ലാൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക്കൽ ക്രോപ്സ്. അതായത് കോളനീസിനെ വെറും ഒരു ഇൻഡിപെൻഡൻറ്റ് നാഷനായിട്ട് കണ്ടിട്ടില്ല, വെറും ഒരു ഫാം ലാൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. അതായത് അവരുടെ വിളകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളകളെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമേ കോളനീസിനെ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ ദോ ജെയിൻ ഓസ്റ്റൻ വാസ് എ ഫേമസ് നോവലിസ്റ്റ്, നോട്ട് ഈവൻ വൺ ഷീ മെൻഷൻ അബൌട്ട് കോളനൈസേഷൻ ഇൻ ദ മാൻസ്ഫീൽഡ്. ഈ മാൻസ്ഫീൽഡ് പാർക്ക് എന്ന ഈ ഒരു എസ്സേയിൽ, ഈ ഒരു നോവലിൽ അവൾ എന്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല? കോളനൈസേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. വൈൽ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ മാൻസ്ഫീൽഡ് പാർക്ക് വർ ഡിപ്പെൻഡ് ഓൺ ദ മണി വിച്ച് വാസ് ജനറേറ്റഡ് ബൈ ദ കോളനൈസ്ഡ് ലേബേഴ്സ് ഓഫ് ദ ആൻറ്റിഗ്വ. ഇതിൽ
ഇന്ത്യയിൽ മാൻസ്ഫീൽഡ് പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു എസ്റ്റേറ്റിലുള്ള എല്ലാവരും അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ആൻറ്റിഗ്വ എന്ന് പറയുന്ന പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ വർക്കിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന പണമാണ് ആരുപയോഗിക്കുന്നത്? മാൻസ്ഫീൽഡ് പാർക്കിലുള്ള താമസിക്കുന്നവർ. ഇറ്റ് ഈസ് ഓൺലി വൺസ് ദാറ്റ് ദ ഹീറോയിൻ ഫാനി പ്രൈഡ് ആസ്ക് അബൌട്ട് ദ പ്ലാന്റേഷൻ ആൻഡ് ഇറ്റ് സ്ലേവ് ലേബേഴ്സ്. അതിൽ ഫാനി പ്രൈഡ് എന്ന് പറയുന്ന ആ ഒരു ഹീറോയിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാന്റേഷൻ വർക്കേഴ്സിനെ കുറിച്ചും അവിടെയുള്ള ആൻറ്റിഗ്വയിലുള്ള ആൾക്കാരെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഹെർ ക്വസ്റ്റ്യൻസ് ആർ ആൻസേർഡ് വിത്ത് സച്ച് ഡെഡ് സൈലൻസ്. പക്ഷെ അതിനൊരു മറുപടിയും കൊടുക്കുന്നില്ല. ഇറ്റ് വാസ് എ ഡെഡ് സൈലൻസ് എന്നാണ് പറയുന്നത്. ദോ ദിസ് ഈസ് ദ ഓൺലി സിറ്റുവേഷൻ വെർ ഓസ്റ്റിൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ കോളനൈസേഷൻ അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയൊരു മെൻഷൻ ഓസ്റ്റിൻ കൊടുക്കുന്നുള്ളൂ. ബാക്കി ഒന്നും തന്നെ ഇതിൽ പറയുന്നില്ല. ഷി ഡസ് നോട്ട് പ്രൊവൈഡ് എനി ആൻസർ ടു ഇറ്റ് ഈവൻ ദോ ഇറ്റ് വാസ് വെരി പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ അറ്റ് ദാറ്റ് ടൈം. ഇതിൽ ഒരു ആൻസർ ആര് കൊടുക്കുന്നില്ല? നമ്മുടെ ഫാനി കൊടുക്കുന്നില്ല. പക്ഷേ ഇത് ഫാനിയല്ല, നമ്മുടെ ജെയിൻ ഓസ്റ്റിൻ തന്നെ ആൻസർ കൊടുക്കുന്നില്ല. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ആ സമയത്തുള്ളതെങ്കിൽ പോലും. പിന്നെ ഇതിൽ ഫാനി എന്ന് പറയുന്ന ലേഡിയെ ഒരു പോർട്രേഡ് ആസ് എ സ്ട്രോങ് ആൻഡ് സെഡ് ഫാസ്റ്റ് വുമൺ, സ്ട്രോങ് ഇനഫ് ടു ക്വസ്റ്റ്യൻ ദ നെസസിറ്റി ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് ദ സ്ലേവ് ലേബേഴ്സ്. അതിൽ ജസ്റ്റ് ഒരു സ്ട്രോങ് വുമണാണ് അവൾ. എന്തിനു പോലും സ്ലേവ് ലേബേഴ്സിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു ബ്രേവ് ലേഡിയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഇൻസിഡൻ്റ് അതിൽ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി കരീബിയയിൽ അദ്ദേഹത്തിന് എന്താണ്? ഷുഗർ പ്ലാന്റേഷനാണുള്ളത്. ഓക്കെ, അത് എങ്ങനെയാണ്? മെയിൻറ്റെയിൻഡ് ബൈ സ്ലേവ് ലേബർ. അവരുടെ ആ ഷുഗർ പ്ലാന്റേഷൻ നിലനിർത്തുന്നത് സ്ലേവ് ലേബറിലൂടെയാണ്. ഓക്കെ, ആൻഡ് ദീസ് ആർ നോട്ട് ഡെഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ട് ബട്ട് ഓസ്റ്റിൻ സർട്ടൈൻ നോ എവിഡൻറ്റ് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി. അതായത് ഇതും അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല ആ സമയത്തൊന്നും. ബട്ട് ഓസ്റ്റിൻ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും അവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് എവിഡൻ്റ് ഉണ്ടെങ്കിൽ പോലും ഓസ്റ്റിൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. സെറ്റ് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് ബിക്കോസ് ഓസ്റ്റിൻ വുഡ് ഹാവ് ചൂസൺ സംതിങ് എൽസ് ടു എസ്റ്റാബ്ലിഷ് തോമസ് വെൽത്ത്. അപ്പോൾ അതിൽ സത്യത്തിൽ നമ്മുടെ ജെയിൻ ഓസ്റ്റിൻ എന്ത് ചെയ്യായിരുന്നു? സാലൻ്റ് ആവുക. ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായത്? ജെയിൻ ഓസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ ഓഫ് ഫാനി പ്രൈസ് ആണ്. ഷി കംസ് ടു ദ വെൽത്തി ഫാമിലി ഫോർ ഗ്രൂമിങ് ആൻഡ് ഷി വാസ് ഫിസിക്കലി ഡെലിക്കേറ്റ്ലി റോ, ടിമിഡ് ആൻഡ് അൺസിവിലൈസ്ഡ്. അവൾ വളരെ എന്താ പറയുക, സിമ്പിളായിരുന്നു, വളരെ എന്താ പറയുക പുവർ ആയിരുന്നു, അൺസിവിലൈസ്ഡ് ആയിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ അവൾ വെൻ ഷി റീച്ച്ഡ് ദ മാൻസ്ഫീൽഡ് പാർക്ക് ഷി ലിവ്സ് വിത്ത് അരിസ്റ്റോക്രാറ്റിക് റിലേറ്റീവ് ഇൻ ദർ എസ്റ്റേറ്റ് മാൻസ്ഫീൽഡ് പാർക്ക് ആൻഡ് ഇവൻച്വലി ലേൺസ് പ്രോപ്പർ മാനേഴ്സ് ആൻഡ് ഇംപ്രൂവ്സ് ഹെർ ഹെൽത്ത് ത്രൂ ഹെർ വർക്കിംഗ് ആൻഡ് റൈഡിങ്. അവൾ എന്ത് ചെയ്തു? പിന്നെ അവൾ പഠിക്കാൻ തുടങ്ങി എന്തിനെക്കുറിച്ച്? വാക്കിങ്ങിനെ കുറിച്ച്, റൈഡിങ്ങിനെ കുറിച്ച്, ഗുഡ് മാനേഴ്സിനെ കുറിച്ചൊക്കെ. ആഫ്റ്റർ ലിവിങ് ദർ ത്രൂ ഹെർ അഡോളസൻസ് ആൻഡ് ഷി ബിക്കം സിവിലൈസ്ഡ് ആൻഡ് പ്രസൻറ്റിയൽ. അതായത് അവൾ എന്ത് ചെയ്യാണ്? അവിടെ ജീവിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? അവരുടെ ഒപ്പം ജീവിച്ചപ്പോൾ അവൾ സിവിലൈസ്ഡ് ആയി അല്ലേ? അതൊക്കെ കാണിക്കുന്നത് എന്താണ്? അൾട്ടിമേറ്റ്ലി ഷീ ഗെറ്റ്സ് മാരീഡ് ടു ഹെർ കസിൻ എഡ്മണ്ട് ആൻഡ് ബിക്കംസ് ദ മിസ്ട്രസ് ഓഫ് മാൻസ്ഫീൽഡ് പാർക്ക്. അതിൽ മാൻസ്ഫീൽഡ് പാർക്കിലുള്ള അയാളുടെ മകനെ അവൾ കല്യാണം കഴിക്കുന്നു, എഡ്മണ്ടിനെ. അങ്ങനെ അവൾ അവിടുത്തെ മിസ്ട്രസ് ആവുന്നുണ്ട്. Set takes Fanny as a symbol here. Someone who is poor and uncivilized does not belong to the cultured family gets an opportunity to be educated and groomed and presentable so that she can be part of upper class England. ഇതിലൂടെ കാണിക്കുന്നത് ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ഒരു ലേഡി കൾച്ചർ ഫാമിലിയിലേക്ക് എത്തിപ്പെട്ടാൽ അവൾ എഡ്യൂക്കേറ്റഡ് ആകും, അവൾ എന്താകും? അവൾക്കൊരു എന്താ പറയുക, സിവിലൈസ്ഡ് ആകും, അപ്പർ ക്ലാസ്സിൻ്റെ ഭാഗമാകും എന്നൊക്കെയാണ്. ദ സിനേറിയോ സെയിം വിത്ത് കോളനൈസേഷൻ. അത് തന്നെയാണ് കോളനൈസേഷൻ്റെ ഇല്ലും. കോളനൈസേഴ്സ് ഡിക്ലെയർ ദാറ്റ് കൺട്രീസ് ദാറ്റ് ദേ ഹാവ് കോളനൈസ്ഡ് ആർ പുവർ കൺട്രി ആൻഡ് പീപ്പിൾ ആർ പ്രിമിറ്റീവ് ആൻഡ് അൺസിവിൽ. അതായത് കോളനൈസേഴ്സ് പറയുന്നത് കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളൊക്കെ അൺസിവിലൈസ്ഡ് ആണ്, പുവർ ആണ്, പ്രിമിറ്റീവ് ആണെന്നൊക്കെ. ദേ കൺസിഡർ ദംസെൽസ് ആസ് ദ സേവേഴ്സ് ഹു ഹാസ് ദ മോറൽ റെസ്പോൺസിബിലിറ്റി ടു എഡ്യൂക്കേറ്റ് ദം. അതായത് അവർ പറയുന്നത് ഇറ്റ് ഈസ് ദെയർ അതായത് അവരിതിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? അവർ പറയുന്നത് ഇത് അവരുടെ ഡ്യൂട്ടിയാണ്. എന്ത് വേണ്ടിയിട്ട്? ഇവരെ എന്താക്കണം? ടീച്ച് ചെയ്ത് മാറ്റണം എന്നുള്ളത് അല്ലേ? അതായത് അവരാണ് സേവിയേഴ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യലും അവരെ കൾച്ചേർഡ് ആക്കലും ഒക്കെ. ഹിയർ ഫാനി പ്രൈസ് ബിക്കം ദ സിംബൽ ഫോർ എ കോളനൈസ്ഡ് കൺട്രി ആൻഡ് ഇറ്റ് ജസ്റ്റിഫൈസ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് ദ കോളനൈസേഴ്സ്. അതായത് ഫാനി പ്രൈഡ് ഇതിൽ കോളനൈസ്ഡ് കൺട്രിയുടെ സിംബലാണ്. അപ്പോൾ അവരുടെ അതായത് കോളനൈസേഴ്സിൻ്റെ വാക്കുകൾക്കും ആർഗ്യുമെൻസിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് നമ്മുടെ ഫാനി
പ്രൈസ്. അതായത് ഇവിടെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഫാനി പ്രൈസ് സിവിലൈസ്ഡ് ആകുന്നു ആരിലൂടെ? കോളനൈസേഴ്സിലൂടെ എന്ന് കാണിക്കുകയാണ് ഈ ഒരു നോവൽ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് അനദർ ആസ്പെക്ട് ജസ്റ്റിഫൈ ദ കോളനൈസേഷൻ. അതായത് മാൻസ്ഫീൽഡ് പാർക്ക് കോളനൈസേഷൻ എന്ത് ചെയ്യാണ്? ജസ്റ്റിഫൈ ചെയ്യുകയാണെന്നുള്ള അടുത്തൊരു തെളിവാണിത്. By Sed's own logic, authors like Jane Austen, due to their sullen, knowingly or unknowingly allowed Holmes actor. അപ്പോൾ നമ്മുടെ സെഡ് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജെയിൻ ഓസ്റ്റൻ പോലെയുള്ള റൈറ്റേഴ്സ് എന്ത് ചെയ്യാണ്? അലോ ചെയ്യാണ്. എന്തിനെ? സ്ലേവറിയെ, അല്ലേ? അത് മാത്രമല്ല ഡീവാല്യൂഡ് ദ അതർ വേൾഡ് ത്രൂ ദെയർ റൈറ്റിംഗ്. അവരുടെ വർക്കിലൂടെ മറ്റു വർക്കുകളെ ഡീവാല്യൂ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. When writer keeps a blind eye to the exploitation of other people, indirectly she support the exploitation. അവൾ എക്സ്പ്ലോയിറ്റേഷൻ കണ്ണടക്കുമ്പോൾ അതിലൂടെ അവൾ എന്താ ചെയ്യുന്നത്? ജെയിൻ ഓസ്റ്റനെ പോലെയുള്ള റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അത് സപ്പോർട്ട് ചെയ്യുകയാണ് ഇൻഡയറക്റ്റ്ലി. And Martin Luther King says that to accept passively unjust system is to cooperate with that system. അതായത് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് നമ്മൾ പാസീവ്ലി ആ സിസ്റ്റത്തെ അല്ലെ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കോപ്പറേറ്റ് ചെയ്യുകയാണ് ആ സിസ്റ്റവുമായി. ദെർബൈ ദ ഒപ്രസ്ഡ് ബിക്കം ആസ് ഈവിൾ ആസ് ദ ഒപ്രസർ, അല്ലേ? അതിലൂടെ ഒപ്രസ്ഡ് എന്താകുകയാണ്? ഈവിൾ ആസ് ദ ഒപ്രസർ ചെയ്യുന്ന അതേ ഈവിളാണ് നമ്മളും ചെയ്യുന്നത് മിണ്ടാതിരുന്നാൽ. ഹെൻസ് സെഡ് കമൻസ് ഓൺ ഓസ്റ്റൻസ് റൈറ്റിംഗ് ഹൈലൈറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഹി സീസ് ദ റിഫ്ലക്ഷൻ ഓഫ് എംപയർ ഇൻ ഹെർ. അതുകൊണ്ട് തന്നെ സെഡ് പറയുകയാണ് അവളുടെ വർക്ക്സിൽ, ജെയിൻ ഓസ്റ്റൻ്റെ വർക്കിൽ എന്ത് കാണാൻ പറ്റും നമുക്ക്? ആ ഒരു റിഫ്ലക്ഷൻ ഓഫ് ദ എംപയർ ഇൻ ഹെർ, അല്ലേ? അവളിൽ ഒരു എംപയറുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.